ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഡിസേർട്ട് ഉണ്ടാക്കാൻ കരുതി, സ്നാക്കിനും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസേർട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു ഡിസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളം കൊണ്ട് നമ്മൾ കാരമലാക്കി എടുക്കണം. അത് ജസ്റ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു ബൗളിലിട്ട്, നിങ്ങൾക്ക് ഏത് ബൗൾ വേണമെങ്കിൽ എടുക്കാം. അത് എന്നിട്ട് അതിലിട്ട് കുറച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി റൊട്ടേറ്റ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി 2 കപ്പ് പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായി കട്ട കുത്താതെ ഇളക്കി അത് അതിലേക്കിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിട്ടാൽ അത് കട്ട കുത്തിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായി കുറുകി വരുമല്ലോ. ആ കുറുകി വരുമ്പോൾ നമ്മളുടെ നേരെ ഉണ്ടാക്കി വെച്ച കാരമൽ ആ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. രണ്ടിലേക്കും ഒരേപോലെ ഞാൻ 2 ബൗളിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 2ലേക്കും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴെ വയ്ക്കുക. 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബൗളിൽ നിന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ സാധനം അടിപൊളിയായിട്ട്, ഞാൻ പ്രതീക്ഷയെക്കാട്ടി നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയണറിയില്ല, ഞാൻ സ്വയം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബൈ ബൈ.